വാട്സ്ആപ്പ് ഗൈസ്, ശ്രീ ഹിയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അതേപോലെ നമുക്ക് ടെക് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കരമായിട്ട് ഡിസ്കസ്ഡ് ആയിട്ടൊരു സാധനത്തിനെ കുറിച്ച് തോന്നുന്നു. ഞാൻ സംസാരിച്ച് വെക്കാം. സംഭവം എന്ന് വെച്ചാൽ ബേസിക്കലി വിവോയുടെ X300 Pro ആണോ വാല്യൂ ഫോർ മണി, അതോ ഒപ്പോയുടെ Find X9 Pro? സോ നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ രണ്ടും നല്ലോണം ടെസ്റ്റ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ഇൻഡെപ്ത് റിവ്യൂ നമ്മുടെ ചാനലുണ്ട്. പക്ഷേ ഒരു കമ്പാരിസണിൽ വരുമ്പം എനിക്ക് ഒരുപാട് കമൻറ്റ്സ് കിട്ടി, ഇതെടുക്കണോ ഇതെടുക്കണോ. എനിക്ക് തോന്നുന്നു എനിക്കൊരു ഉത്തരം എൻ്റെ മൈൻഡിലുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഓപ്പോ ഡോമിനൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്, ചില സ്ഥലങ്ങളിൽ വിവോ ഡോമിനൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഓൾ ഇൻ ഓൾ എൻ്റെ മൈൻഡിൽ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ ഉത്തരം. ആദ്യം തന്നെ ഒപ്പോ എവിടൊക്കെയാണ് ഭയങ്കര കിടിലായിട്ട് സ്കോർ ചെയ്യുന്നതിൻ്റെ അടുത്ത് വെച്ചാൽ എക്സെപ്ഷണലി ബാറ്ററി ലൈഫ് ആദ്യമേ പറയും. വിവോനെക്കാട്ടിയും നല്ലോണം ബാറ്ററി ലൈഫ് ഉറപ്പായിട്ടും ഒപ്പോ സ്കോർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ 7500 mAh ബാറ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് സോ ഗുഡ്. അതേപോലെ തന്നെ അവരെന്തോ സോഫ്റ്റ്വെയർ മാജിക്കോ എന്തൊക്കെ ആയിക്കോട്ടെ, എനിക്ക് ഉറപ്പായിട്ടും ഇവിടെ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും, ഒപ്പോ ബാറ്ററി ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിവോനെക്കാട്ടി ഒരുപാട് സ്കോർ ചെയ്യുന്നുണ്ട്. അതിപ്പം സ്റ്റാൻഡ് ബൈ ആയിക്കോട്ടെ, ഗെയിമിംഗ് ആയിക്കോട്ടെ, ക്യാമറാസ് ഫോട്ടോസ് ഉപയോഗിക്കുകയാണെങ്കിലും ബ്രൗസിങ് എന്ത് സംഭവമാണെങ്കിലും ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒപ്പോയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒപ്പോ വേറെ സ്ഥലത്തും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു നിഗമനമല്ല, കാഴ്ചപ്പാടിലാണ് ഞാനത് പറയുന്നത്. എൻ്റെ ടെസ്റ്റിങ്ങിൽ എനിക്ക് മനസ്സിലായി ഒപ്പോയുടെ തെർമൽ സിസ്റ്റം അത്യാവശ്യം നൈസാണെന്ന് മാത്രമല്ല, ഒന്നാമത്തെ കാര്യം വിവോയുടെ സെൻറ്ററിലാണ് അവരുടെ വലിയ സർക്കിൾ ക്യാമറാസ് ആണ് വരുന്നത്. സോ അവരുടെ തെർമൽസിൻ്റെ ഹീറ്റ് ഡിസിപ്പിയേഷനും കാര്യങ്ങളും ഒക്കെ അത്ര പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എസ്പെഷ്യലി ഒരുപാട് ക്യാമറ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും, ഒപ്പോടെ റീഡിസൈൻ ചെയ്ത് അവരുടെ ഒരു സിഗ്നേച്ചർ ലുക്കിൽ നിന്ന് മാറി പുതിയൊരു ലുക്കിലേക്ക് പോയെങ്കിലും അതിനകത്ത് ഒരുപാട് ഫങ്ഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യം തെർമൽസ് ആണ്. ആ സൈഡിൽ സ്ക്വയർ ക്യാമറ കട്ടൗട്ടൊക്കെ കൊടുത്ത് എനിക്ക് തോന്നുന്നു അവർ തെർമൽസ് ഒക്കെ മനസ്സിൽ വെച്ചതും കൊണ്ടായിരിക്കാം തെർമൽസ് ഡിപ്പാർട്ട്മെൻറ്റിലും എനിക്ക് തോന്നി ഒപ്പോ ഈസ് ബെറ്റർ ദാൻ വിവോ എന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ടെസ്റ്റിങ്ങിൽ എനിക്കതാ തോന്നിയത്. മേ ബി ചില വേറെ ഇംഗ്ലീഷ് രാജ്യത്തുള്ളവർക്ക് അവരുടെ തണുപ്പ് വെച്ച് വേറെ ആയിരിക്കും. ഞാൻ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ടെസ്റ്റ് ചെയ്തപ്പം ഉറപ്പായിട്ടും എനിക്ക് തോന്നിയൊരു സംഭവം അതാണ്. പിന്നെ എവിടെയൊക്കെ ഒപ്പോ ഇനി സ്കോർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, ഒന്ന് ഒപ്പോ ഗൊറില്ല ഗ്ലാസ് ആണ് ത്രൂ ഔട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതെനിക്ക് പറഞ്ഞു പറ്റൂ. ഈവൻ ദോ ആർമർ ഗ്ലാസ് ഭയങ്കര ബാഡ് ഒരു ഗ്ലാസ് ആണോ വിവോ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ അല്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ക്ലെയിംഡ് ആയിട്ട് അക്രഡിറ്റഡ് ആയിട്ടും എന്താ പറയുക വിശ്വസിക്കാവുന്നൊരു സാധനമാണ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2. അതൊപ്പം അതിനകത്തുണ്ട്, നല്ല കാര്യം. പിന്നെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ രണ്ടും എക്സെപ്ഷണലി സൂപ്പർ ഡിസ്പ്ലേ ആണ്, ഒരു കുറ്റവും പറയാത്തില്ല. പേപ്പറിനകത്തൊക്കെ നോക്കി എനിക്ക് നിക് പിക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താ പറയുക, അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് പറയാം. പക്ഷേ രണ്ടിനും എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ലിം പെസൽസ്, രണ്ടിനും എനിക്ക് തോന്നുന്നു ഭയങ്കര അടിപൊളി കളേഴ്സ്, ഭയങ്കര റിയൽ ട്രൂ മീഡിയ സാധനമാണ് രണ്ട്. പക്ഷേ സ്പീക്കേഴ്സിലേക്ക് വരുമ്പം എനിക്ക് തോന്നിയത് വിവോയുടെ ചെറുതായിട്ട് ബെറ്റർ ആയിട്ട് തോന്നി. കാരണം ഞാൻ ലൗഡ്നെസ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, ഓവറോൾ ആ ഒരു സ്പീക്കർ എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ബുക്കിനകത്ത് അന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ കമ്പാരിസണും കൂടെ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എന്നെ എഴുതി വെച്ചതിനകത്തൊരു പോയിൻ്റാണ് സ്പീക്കേഴ്സ് ചെറുതായിട്ട് വിവോയിൽ ബെറ്റർ ആയിട്ട് തോന്നി. ഈവൻ ദോ സ്ലൈറ്റ് ഡിഫറൻസ് ആയിരിക്കും ഉള്ളത്, മേ ബി എനിക്ക് തോന്നിയായിരിക്കും. പക്ഷേ എൻ്റെ ടെസ്റ്റിങ്ങിൽ എനിക്ക് മനസ്സിലായത് വിവോ X300 Pro ഹാസ് സ്ലൈറ്റ്ലി ബെറ്റർ സ്പീക്കേഴ്സ്, നോട്ട് ലൗഡർ, ബെറ്റർ സ്പീക്കേഴ്സ് എന്ന് തോന്നി. പക്ഷേ ഹാപ്റ്റിക്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നേരെ എനിക്ക് തിരിച്ചാൽ തോന്നി ഒപ്പോ ഹാസ് സ്ലൈറ്റ്ലി ബെറ്റർ ഹാപ്റ്റിക്സ് എന്ന് വെച്ചാൽ ഒപ്പോടെ ഹാപ്റ്റിക് എഞ്ചിനും സാധനങ്ങളൊക്കെ വെച്ചാൽ അമ്മമാർ പൊളിക്കുക, കലക്കുക. പക്ഷേ ഒരു കാര്യം പറയാം, വിവോയുടെ സാധനവും എനിക്ക് തോന്നുന്ന സെയിം ടെക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന്. അവർ ആ സോഫ്റ്റ്വെയർ കസ്റ്റമൈസേഷനും ആ സോഫ്റ്റ്വെയർ ഡെഡിക്കേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമായിരിക്കാം ഞാൻ ഒപ്പോയിലേക്ക് പോകുന്ന ഹാപ്റ്റിക്സ്. എനിവേസ് ഗൈസ്, രണ്ടിനും സൂപ്പറാണ്. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ ട്രസ്റ്റി അല്ലെ നോട്ട് വർത്തിയായിട്ട് പറയുന്നത് ഒപ്പോയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തോന്നി. ആ ഒരു സാധനവും കൂടെ എനിക്ക് പറയാൻ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ക്യാമറാസിനെ കുറിച്ചോ മെയിൻ കമ്പാരിസണിലേക്ക് പോകുന്നതിന് മുമ്പ് പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ രണ്ടിനും ഒരേ ചിപ്സെറ്റാണ്, Dimensity 9500. ഹെവിലി കേപ്പബിൾ ചിപ്സെറ്റാണ്, രണ്ടും ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്, രണ്ടും LPDDR5X RAM ആണ്, രണ്ടും UFS 4.1 സ്റ്റോറേജ് ആണ്. എനിക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എങ്ങനെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സിമിലർ അല്ലെങ്കിൽ ഈക്വൽ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് അടിപൊളി പെർഫോമൻസ്. ഈ Dimensity 9500 അല്ലെ Dimensity ചിപ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവരുടെ GPU രണ്ടും അടിപൊളിയാട്ടോ. എപ്പോഴും അവർ നല്ല അവർ ലാക്ക് ലെസ്റ്റർ ഇച്ചിരി ഒന്ന് ലാക്ക് ചെയ്യുന്നത് ഇപ്പോൾ സ്നാപ്ഡ്രാഗനെ ആപ്പിളിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ CPU പെർഫോമൻസിലാണ്. പക്ഷേ GPU രണ്ടിലും സൂപ്പറാണ്, ഗെയിമിങ്ങിൽ രണ്ടും അടിപൊളിയാണ്. പക്ഷേ കീപ്പ് ഇൻ മൈൻഡ്, എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ തെർമൽസ് ഒപ്പോയിനാണ്. സോ അതുകൊണ്ട് ഒരു എഡ്ജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. യു ഗൈസ് ബി ദ ജഡ്ജ്. ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഇഷ്ടമുള്ളതുപോലെ തീരുമാനിക്കാൻ പറയും. ഇനി നമുക്ക് ആ ഡിസ്പ്ലേനെ കുറിച്ച് സംസാരിച്ചു, ബാറ്ററി ലൈഫിനെ കുറിച്ച് സംസാരിച്ചു, പെർഫോമൻസിനെ കുറിച്ച് സംസാരിച്ചു. ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഓടിച്ചോടിച്ച് കമ്പാരിസണിൽ പോവുക. കാരണം മെയിനായിട്ട് ആൾക്കാർക്ക് അറിയേണ്ടത് ഏതാണ് ബെറ്റർ ക്യാമറ സിസ്റ്റം. ഗൈസ്, എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്കുൾപ്പെടെ ഒരു സർപ്രൈസിങ് റിസൾട്ടായിരുന്നു. ഞാൻ എപ്പോഴും ഒപ്പോടെ ക്യാമറ സിസ്റ്റത്തിനെ അങ്ങനെ
എന്താ പറയണം, അങ്ങനെ കിടിലമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ ആ ഒരു ഫൈൻ ട്യൂണിങ്ങും അവരുടെ ആ പ്രോസസ്സിങ്ങും ആ ഹാസൽ ആഡുമായിട്ടുള്ള ഒരു കൊളാബൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഭയങ്കര കിടിലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലാത്തൊരു സിസ്റ്റമാണ്. അതേസമയം വിവോയുടെ സാധനമാണെങ്കിൽ അവരുടെ സ്കിൻ ടോൺസ് പക്ക, അവരുടെ പ്രോസസ്സിങ് കൊള്ളാം, അവരുടെ സൂം ചെയ്യുമ്പം AI എൻഹാൻസ്ഡ് ആയിട്ടുള്ള ചെറിയ പരിപാടിയൊക്കെ അവർക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഷാർപ്പനിങ് ഒക്കെ, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ഷോട്ടൊക്കെ സൂപ്പറാണ്, നൈസാണ്. പക്ഷേ ഐ വിൽ ചൂസ് ഒപ്പോ സിസ്റ്റം. അതെന്താണെന്ന് ചോദിച്ചാൽ, യെസ്, നിങ്ങൾക്ക് ഐ പ്രിഫർ എ ന്യൂട്രൽ ഫോട്ടോസ്. പക്ഷേ ഒപ്പോയുടെ പ്രോസസ്സിങ് വർക്ക്സ് ഓൺ എവ്രി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈറ്റിംഗ് സിറ്റുവേഷൻ. അത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, സി ഗൈസ്, നമ്മുടെ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇച്ചിരി എല്ലാ ഫോണും ഞാൻ കൊണ്ട് എടുത്തു വെക്കുന്നത്. പക്ഷെ ഒപ്പോനകത്ത് അവരതെങ്ങനെ ട്യൂൺ ചെയ്തല്ലേ, എങ്ങനെ സംഭവം വളച്ചൊടിച്ചത് സീനാക്കി കളഞ്ഞു. പിന്നെ അപ്പോടെ അതേപോലെ HDR എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ ദോ ഹാസൽബ്ലൈഡിൻ്റെ പ്രോസസ്സിങ് കണ്ടിട്ട് എവിടേക്കൊക്കെയോ ത്രൂ ഔട്ട് ഒരു ഇമേജിനകത്ത് ഒരു മെജൻഡ കയറി വരുന്നത്, എസ്പെഷ്യലി സ്കിൻ ടോൺസിനകത്ത് ഒരു മെജൻഡ അല്ലെ റെഡ്നസ് കയറി വരുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ അവരുടെ വേഴ്സിറ്റൈൽ ക്യാമറ സിസ്റ്റമാണ്. അത് ഭയങ്കര എന്താ പറയുക, ചില സമയത്ത് ചെറുതായിട്ട് കളേഴ്സൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് ചിലതായിട്ട് അണ്ടർ ഷാർപ്പൻഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് എന്താ പറയണ AI-യുടെ ആർട്ടിഫിഷ്യൽ ഷാർപ്പനിങ്ങിനെ കാട്ടി ഐ പ്രിഫർ അത്രയും ഷാർപ്പ് അല്ലാത്ത സാധനം. എനിക്ക് വിവോയുടെ X300 Pro'നകത്ത് ഒരു സംഭവം തോന്നിയത് അതാ. ഇപ്പം നമ്മൾ നല്ല സൂം ഷോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് 110% ഉറപ്പാണ് ഇവരുടെ ഇച്ചിരി ഓവർ ഷാർപ്പൻഡ് ആണ്. പിന്നെ നൈറ്റിനകത്ത് ഗൈസ് ഒരു സംഭവം എനിക്ക് എടുത്തു പറയാനുള്ളത്, വിവോയുടെ ഫോട്ടോസ് ലുക്സ് ബ്രൈറ്റർ. ഓവറോൾ നമ്മുടെ ഗ്രാഫിലിട്ട് നോക്കുവാണെങ്കിൽ ഓവറോൾ എക്സ്പോഷർ ഹൈ ആയിരിക്കും. പക്ഷേ ഒപ്പോടെ അതിനകത്ത് ഓവറോൾ എക്സ്പോഷർ ഹൈ അല്ല, അത് രാത്രിയായിട്ട് തന്നെ തോന്നും. പക്ഷേ നമ്മുടെ ലൈറ്റ്സിനകത്തൊക്കെ ചെറിയ വോംത്ത്, ഹൈലൈറ്റ്സ് ഇച്ചിരി ബൂസ്റ്റ് ചെയ്ത് ഷാഡോസ് ചെറിയ ഡൗൺ ചെയ്ത് എന്താ പറയുക, അവരുടെ ഭയങ്കര HDR ആക്കി വൃത്തിയേടാക്കുന്ന സാധനം എനിക്ക് തോന്നിയില്ല. അത് വളരെ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. ദാറ്റ് ഇസ് എന്താ പറയുക, നൈറ്റിൽ ഏറ്റവും അടിപൊളി എനിക്ക് ഇപ്പോഴും തോന്നിയുള്ളൂ ഒപ്പോയും രണ്ടാമത് പിക്സലും. എനിക്ക് ഐഫോൺ അല്ല, അത് എനിക്ക് തോന്നിയ സംഭവമാണ്. സോ ഗൈസ്, എൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ജഡ്ജ് ചെയ്യുന്നൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ആൻഡ് വീഡിയോ കേപ്പബിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടും അടിപൊളിയാണ്. പക്ഷേ ഇച്ചിരി കൂടെ നിങ്ങൾക്കിപ്പം ഐ തിങ്ക് ഇച്ചിരി കൂടെ ബെറ്റർ വീഡിയോസ് X300 Pro'നകത്തായിരിക്കാം. രണ്ടും കൊള്ളാം. X300 Pro'നകത്തെ വീലോഗോ ഒക്കെ വരുമ്പം എനിക്കൊന്ന് പ്രൊഫഷണൽ വീഡിയോഗ്രാഫിക്ക് പോകുമ്പോൾ ഇച്ചിരി കൂടെ വീലോഗ് ഇച്ചിരി കൂടെ മറ്റേ കമ്പയർ ചെയ്ത് ഫ്ലെക്സിബിൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത് രണ്ടും ടെസ്റ്റ് ചെയ്തിരുന്ന ഒരാളല്ല. പിന്നെ ഒപ്പോനകത്ത് വേറൊരു സാധനം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒപ്പോനകത്ത് മൈക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ക്വാളിറ്റി ആണ്. ഞാൻ റെഡിറ്റിൽ വായിച്ചു ഇതിൻ്റെ കമ്പാരിസൺ, ജസ്റ്റ് നോക്കുന്നതിന് മുന്നേ ഞാൻ റെഡിറ്റിൽ വായിച്ചു. എനിക്കത് പറയണമെന്ന് തോന്നി, അത് ഞാനിവിടെ പറയും. രണ്ടിന് 50 MP മെയിൻ ഷൂട്ടർ, 200 MP ടെലിഫോട്ടോ, ഒരു 50 MP വൈഡ്. അതാണ് മെയിൻ ക്യാമറ സിസ്റ്റം. മറ്റേ പിന്നെ മോണോക്രോമോ അങ്ങനെ തന്നെ ആവശ്യമായി 4 ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പിന്നെ 50 MP സെൽഫീസിനകത്ത് പറയുമ്പം ഒപ്പോ ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്ന് പറയാൻ പറ്റും. പിന്നെ ത്രൂ ഔട്ട് ഹാസൽബ്ലാഡിൻ്റെ പ്രോസസ്സിങ് ഉണ്ടായിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ചെറുതായിട്ട് മെജൻറ്റി സ്കിൻ ടോൺ എവിടേക്കൊക്കെ കയറി വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം വിവോയ്ക്കില്ല. സി ഗൈസ്, ടെക്സ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 110% എനിക്ക് ഒപ്പോ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ എനിക്ക് തോന്നി. ദാറ്റ് ഇസ് എനിക്ക് തോന്നിയ സാധനം. രണ്ടിൻ്റെ ഫോട്ടോയുടെ ഡ്രൈവ് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക. രണ്ടും ഞാൻ കമ്പയർ ചെയ്ത് സൈഡ് ടു സൈഡ് അല്ല, ഞാൻ ഡിഫറെൻറ്റ് ലൈറ്റിംഗ് സിറ്റുവേഷനിൽ രണ്ടിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ അങ്ങനെ എനിക്ക് സൈഡ് ടു സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പ്യുവർ കമ്പാരിസൺ ആയിട്ട് തോന്നും. ഇതെനിക്ക് ഇച്ചിരി കൂടെ ഫീലിങ്ങും ഇമോഷൻസും കൂടെ ഫോട്ടോയിൽ പറയാൻ പറ്റുന്നൊരു ഒരു ജഡ്ജിങ് പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് എനിക്കതാ പറയാനുള്ളൂ. ഒപ്പോ അങ്ങനെ ഉണ്ട്. പിന്നെ ഒപ്പോയുടെ ക്യാമറ സിസ്റ്റമാണ് എനിക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് ഷാർപ്പ് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ചെറുതായിട്ട് ആ ഒരു ഓവർ ഷാർപ്പൻ ലുക്കും ചെറുതായിട്ട് ആ ഒരു എക്സ്ട്രാ പഞ്ചി ഫോട്ടോസൊക്കെ ഇഷ്ടമാണെങ്കിൽ വിവോയുടെ എനിക്കിതാ പറയുള്ളൂ, പഞ്ചി എറിച്ച് നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യു വിൽ ബെറ്റർ ചൂസ് വിവോ. രണ്ടിൻ്റെ ക്യാമറ സിസ്റ്റം എക്സെപ്ഷണലാണ്, ഒന്നും പറയില്ല. എനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് ലൈറ്റിംഗ് സിറ്റുവേഷനിൽ ഇച്ചിരി വേഴ്സറ്റൈലായിട്ട് പ്രോസസ്സിംഗ് ഉള്ളത് ഒപ്പോടെ ആണെന്ന് മാത്രം ഞാനിവിടെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചി, ഷാർപ്പ് ആൻഡ് കളർഫുൾ, വൈബ്രൻറ്റ് അങ്ങനത്തെ ലുക്കാണെങ്കിൽ ഗോ ഫോർ വിവോ എന്ന് എനിക്ക് പറയുള്ളൂ. ഗൈസ്, ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓവറോൾ OSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വിവോയുടെ OSൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഭയങ്കര ഫാനില്ല. ഈവൻ ദോ പുതിയ ഒറിജിനൽ OS കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ഐ പ്രിഫർ കളർ അല്ല ഫൺ ടച്ച് OS, കളർ OS, ഒപ്പോയുടെ OS ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇച്ചിരി കൂടെ റിഫൈൻഡ് ആണ്, അതിൻ്റെതായ സെപ്പറേറ്റ് ഫാൻ ബേസും ഉണ്ട്, രണ്ടിൻ്റെതായ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് എസ്തെറ്റിക്സ് ലുക്സിൻ്റെയും കാര്യങ്ങൾ മാത്രമാണ് പറയണത്, അല്ലാതെ വേറെ സംഭവമൊന്നുമല്ല.
പിന്നെ ഫണ്ട ചോയ്സിനെക്കാട്ടി നല്ല ബെറ്റർ ആയിട്ടോ ഇപ്പം ഒറിജിൻ വിവോയുടെ, അതെനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷേ ഒപ്പോ ഓയിസിലേക്ക് വരുമ്പം നമ്മുടെ കളർ ഓയിസിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു ഈസ്തറ്റിക്കലി ഐ പ്രിഫർ രണ്ടിനും 5 വർഷം ഓഫ് OS അപ്ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് രണ്ടിനും അഡീഷണൽ 2 years സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഫ്റ്റ്വെയർ റിലയബിലിറ്റി കാര്യത്തിനൊക്കെ രണ്ടും ഒരു പ്രശ്നമില്ല. സർവീസസിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടും ഒരു പ്രശ്നമില്ല, നല്ല സർവീസാണ് കൊടുക്കുന്നത്. എങ്ങനെയല്ല ആപ്പിളിനെ സാംസങ്ങിനെയൊക്കെ കാട്ടി നല്ല സർവീസ് ഈ ചൈനീസ് ബ്രാൻഡ്സ് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓവറോൾ ഇഫ് യു ആസ്ക് മീ ടു പിക്ക് എ വിന്നർ, ഞാൻ ശരിക്കും വാല്യൂ ഫോർ മണി പെർസ്പെക്റ്റീവിൽ ഒപ്പോയായിരിക്കും എടുക്കുന്നത് എന്ന് ഇവിടെ പറയുന്നതിൽ ഞാൻ ഉൾപ്പെടെ സർപ്രൈസ്ഡ് ആണ്. പക്ഷേ ഇച്ചിരി കൂടെ എന്താ, എനിക്ക് ആ ഫുൾ ഗൊറില്ല ഗ്ലാസ് ബോഡിയും അതേപോലെ 7500 mAh ബാറ്ററിയും അതേപോലെ ആ ഇച്ചിരി കൂടെ ഈസ്തറ്റിക് ആയിട്ടുള്ള അല്ലെ കോർപ്പറേറ്റ് സ്റ്റൈൽ ഓഫ് OS ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രോബബ്ലി ഐ വിൽ ഗോ വിത്ത് ദാറ്റ്. പിന്നെ ക്യാമറ ക്യാപ്ചർ ബട്ടൺ അതേപോലെ തന്നെ ആപ്പിളിനെ കോപ്പി അടിച്ച് 2 ആക്ഷൻ ബട്ടണും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് പറയാനുള്ളൂ. സോ മേ ബി നിങ്ങൾക്ക് എന്നോട് ഒപ്പീനിയൻ കറക്റ്റായിട്ട് പോകണമെന്നില്ല, പക്ഷേ ഒരു പെർസ്പെക്റ്റീവ് ഫ്രം വാല്യൂ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് കൂടുതൽ സാധനങ്ങൾ കിട്ടുന്നത് അപ്പോടെ Find X9 Pro ആണെന്ന് ഇവിടെ പറഞ്ഞത് കൊണ്ട് ബാക്കി കമൻസിൽ ഞാൻ ചെയ്തോളൂ കേൾക്കുന്നതായിരിക്കും. ഗൈസ് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾ കറക്റ്റ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കടയിൽ പോയി രണ്ടും ഇൻ ഹാൻഡ് ഫീൽ നോക്കുക. ഗൈസ് ഇൻ ഹാൻഡ് ഫീലും ആ ഒരു ഐഡൻറ്റിറ്റി ഓഫ് ദ ബ്രാൻഡും നമ്മുടെ സൊസൈറ്റിയിൽ അക്സെപ്റ്റഡ് ആയിട്ടൊരു ലുക്ക് ഉണ്ടല്ലോ വിവോയ്ക്ക്, അത് ഒരു തർക്കമില്ലാതുണ്ട്. X300 Pro എടുത്തുകൊണ്ട് വെളിയിൽ പോയാൽ പണ്ടൊരു ഐഫോൺ എടുത്തുകൊണ്ട് വെളിയിൽ പോകുന്നതിൻ്റെ കണക്കൊരു നോട്ടം നിങ്ങൾക്ക് കിട്ടും എന്ന് 110% എനിക്ക് ഉറപ്പാണ്. അതിൻ്റേതായൊരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഒരുപാട് നമ്മുടെ നാട്ടിൽ വിവോയുടെ ആ സിഗ്നേച്ചർ റൗണ്ട് ലെൻസസിനകത്ത് ഉണ്ട്. അത് 110% എന്നെ വിശ്വസിക്കുക. ഞാനിത് വെളിയിൽ കൊണ്ടുപോകുന്ന എല്ലാ ഫോണും മാറ്റി കൊണ്ടുപോകുമ്പോൾ വിവോയുടെ X300 Pro അല്ലെങ്കിൽ X200 Pro ഒരു വലിയ സർക്കിൾ വിവോയുടെ ക്യാമറ സൈസിൻ്റെ ലോഗോ ഒക്കെ അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അതെനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. സോ ഗൈസ് യു ക്യാൻ ട്രസ്റ്റ് മീ. അത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു കമ്പാരിസൺ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെയാണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഈ ചാനലിൽ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു ഗൈസ്. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ഐ ലവ് യു.